രാവിലെ 9 മണിയോടുകൂടിയാണ് സ്വർണ്ണ കിരീടം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എന്ന്. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണ കിരീടം 9 മണിയോടെയാണ് തിരുവനന്തപുരം അതിർത്തിയായ വാഴോട് എത്തിച്ചേരുന്നത്. വൻ സ്വീകരണം ഒരുക്കിയാണ് സ്വർണ്ണ കിരീടം പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വൈകിട്ട് എത്തിക്കുന്നത്. വിജിൻ വായാന്തോട് രാവിലെ മുതൽ അവിടെയുണ്ട്. വിജിനോട് നമുക്ക് ചോദിക്കാം. വിജിൻ, അല്പം മുമ്പ് ഞാൻ ചോദിച്ചത് സ്വർണ്ണക്കപ്പ് എവിടെ എത്തിയെന്നായിരുന്നു, അതിന്റെ ക്രമീകരണങ്ങളൊക്കെയാണ് എന്നാണ്. ഇനി ഇതാ 8:44 ആയിട്ടുണ്ട്. ഇനി 15 മിനിറ്റാണ് പറഞ്ഞ സമയത്തിനുള്ളത്. എവിടെ എത്തി സ്വർണ്ണക്കപ്പ്? എന്തായാലും എന്നെ കുറച്ച് വൈകുമായിരിക്കും. ഇന്ന് രാവിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് സ്വർണ്ണക്കപ്പ് പുറപ്പെട്ടത്. അവിടുത്തെ ട്രഷറിയിലായിരുന്നു ഇന്നലെ സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം 2 സ്വീകരണങ്ങൾ കൂടി ഏറ്റുവാങ്ങിയാണ്, 2 സ്കൂളുകളിലെ സ്വീകരണങ്ങൾ കൂടി ഏറ്റുവാങ്ങിയാണ് ഇങ്ങോട്ട് വാഴോട് ഈ അതിർത്തിയിൽ എത്തേണ്ടത്. അതിനുശേഷമാണ് തട്ടത്തുമല സ്കൂളിൽ വലിയ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടത്തേക്ക് അധ്യാപകർ ഒക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് സ്വീകരിക്കാനായി നാട്ടുകാരും ഒക്കെ എത്തും. അല്പസമയത്തിനകം തന്നെ ഈ വാഴോടിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം വലിയ ആഘോഷം, ഏകദേശം 15ഓളം സ്വീകരണ കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത്. അത് കഴിഞ്ഞാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്തുക. അതോടുകൂടി കലോത്സവത്തിൻ്റെ, നാളെ ആരംഭിക്കാൻ പോകുന്ന കലോത്സവത്തിൻ്റെ വലിയ ആഘോഷത്തിലേക്കും ആവേശത്തിലേക്കും ഒക്കെ തലസ്ഥാന നഗരി മാറും. എന്തായാലും അവിടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് സ്വീകരിക്കുക. ഇവിടെ വാഴോട് OS അംബിക MLA ഒക്കെ ചേർന്ന് ഇതിനെ സ്വീകരിക്കും. DG ഉണ്ടാകും. അങ്ങനെ അതിനെ തിരുവനന്തപുരം കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായി തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ വലിയ സ്വീകരണം ഒരുക്കി അതിനെ ഘോഷയാത്രയായി കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ആഘോഷത്തിലേക്ക് അല്പസമയത്തിനകം കടക്കും. എന്തായാലും ആദ്യഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് 1-ാം തീയതി വരെ ഈ മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ഔദ്യോഗിക ദുഃഖാചരണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങൾ കുറച്ചായിരുന്നു ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് മറ്റ് സ്കൂളുകളിലേക്കൊക്കെ എത്തിയപ്പോൾ വലിയ ആഘോഷമായി അത് മാറിയത്. എന്തായാലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ തട്ടത്തുമല സ്കൂളിൽ NCC, അതുപോലെ തന്നെ NSS, മറ്റ് വിദ്യാർത്ഥികളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികൾ പല വേഷങ്ങൾ അണിഞ്ഞൊക്കെ ഘോഷയാത്രയായി ആഘോഷത്തോടെ സ്വീകരിക്കും. മറ്റ് സ്കൂളുകളിലും അതേ തരത്തിലായിരിക്കും ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കുക. ഓരോ സ്ഥലത്തും അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉണ്ടാകും. എന്തായാലും ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരം നഗരാതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോഴായിരിക്കും ഇതിന് വലിയ ആഘോഷമായി ഈ സ്വർണ്ണക്കപ്പിൻ്റെ ഘോഷയാത്ര മാറുക. അതിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന വലിയ ഘോഷയാത്രകൾ ഉണ്ടാകും. അവരുടെ പലതരത്തിലുള്ള പ്ലോട്ടുകളും ഒപ്പം തന്നെ പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തിയായിരിക്കും സ്വീകരിച്ച് ആനയിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് സ്വർണ്ണക്കപ്പിനെ എത്തിക്കുക. അതെ വിജിൻ, വിജിൻ പറഞ്ഞതുപോലെ ഉച്ചയോടുകൂടി നഗരാതിർത്തി കടന്നു കഴിഞ്ഞാൽ തിരക്കുകളുണ്ട്, ബഹളങ്ങളുണ്ട്. ഈ ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നിലവിൽ പോലീസ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പാർക്കിങ്ങിന് കോർപ്പറേഷൻ തന്നെ പല സ്ഥലങ്ങൾ കൂടുതലായി കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ളവർ അക്കാര്യം വിലയിരുത്തുന്നു. വി ജോയി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വർക്കല MLA വി ജോയി ഉൾപ്പെടെയുള്ളവർ ഇവിടത്തേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി എന്ന് തന്നെ പറയാം. ജനപ്രതിനിധികൾ, അധ്യാപകർ, മറ്റ് ആളുകൾ ഒക്കെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ വാഴോടിലേക്ക് സ്വർണ്ണക്കപ്പെത്തും. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പാണ്. കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലയാണ് സ്വർണ്ണക്കപ്പ് നേടിയത്. അവിടെ നിന്ന് കാസർഗോഡേക്ക് സ്വർണ്ണക്കപ്പ് എത്തിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ഘോഷയാത്രയായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൻമോഹൻ സിംഗിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങൾ 1-ാം തീയതി വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം അത് ആഘോഷമാകുന്നു. എന്തായാലും തലസ്ഥാന നഗരിയിൽ വലിയ ആഘോഷമായി നാളെ മുതൽ നടക്കാൻ പോകുന്ന കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വി ജോയി MLA നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ സ്വർണ്ണക്കപ്പിനെ ജില്ലാ അതിർത്തിയിലേക്ക് സ്വീകരിക്കുന്നത്? ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ സ്വർണ്ണക്കപ്പുമായിട്ടുള്ള യാത്ര ഇവിടെ എത്തിച്ചേരും. ഇവിടെ വെച്ച് സ്വീകരിച്ചതിന് ശേഷം ജില്ലയിലെ 12ഓളം സ്കൂളുകളിൽ അത് എത്തും. ആ നിലയിൽ വളരെ വിപുലമായിട്ടുള്ളൊരു സംവിധാനമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവമാണ് ഈ കുട്ടികളുടെ കലോത്സവം നടക്കുന്നത്. വളരെ ഗംഭീരമായി തിരുവനന്തപുരത്ത് അതിൻ്റെ
കെട്ടിലും മട്ടിലും ഒന്നും ഒരു കുറവും വരാത്ത നിലയിൽ വളരെ ഗംഭീരമായിട്ടുള്ളതിൻ്റെ പരിപാടികൾ നടത്തുന്നതാണ്. കുറേ ദിവസമായി ജനപ്രതിനിധികളുടെ നിലയിൽ ജില്ലയിലെ തന്നെ MLA-മാരെല്ലാം ചേർന്നാണ് കലോത്സവത്തിൻ്റെ സംഘാടനം നടത്തുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ല കൂടിയാണ്, അതിനൊരു ആഘോഷമുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഘോഷങ്ങളും അങ്ങ് പൂർണ്ണമായും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അത് അങ്ങനെ ആളുകളും അങ്ങനെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിശ്ചയമായിട്ടും വലിയൊരു ഉത്സവമായിട്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേളകളും ഏറ്റെടുക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഇത് അതിനേക്കാളെല്ലാം ഉപരിയായി തിരുവനന്തപുരത്തെ ജനത അത് കൃത്യമായിട്ട് അത് വൻപിച്ചൊരു വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമമാണ്. അത് പങ്കാളിത്തം കൊണ്ടും ഏറ്റവും നന്നായിരിക്കും. അത് നഗരത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പാർക്കിംഗ്, അതുപോലെ തന്നെ വാഹനങ്ങൾ നിയന്ത്രിച്ച് വിടേണ്ട സംവിധാനം, അതൊക്കെ കുറച്ചുകൂടി ഒരു പ്രധാനപ്പെട്ട നഗരമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതിപ്പോൾ ഇന്നലെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമ്മീഷണറെ പ്രതിനിധീകരിച്ച് DCP ആണ് വന്നത്. DCP അതുമായി ബന്ധപ്പെട്ട പാർക്കിങ്ങിനാണ് ഒരു പ്രാധാന്യം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും, പക്ഷേ എന്നിരുന്നാലും മാക്സിമം സ്ഥലങ്ങൾ എടുത്തുകൊണ്ട് പാർക്കിങ്ങിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. കോളേജ് ഗ്രൗണ്ടുകളെല്ലാം എടുത്തിട്ടുണ്ട് പാർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള. അത് MG കോളേജ് അടക്കം, സിറ്റിയിൽ നിന്ന് പുറത്തുള്ള MG കോളേജ് അടക്കമുള്ള സ്ഥലങ്ങൾ പാർക്കിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പോലീസ് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്നെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് വിജോയ് MLA നൽകിയത്. പാർക്കിങ്ങും ഗതാഗത നിയന്ത്രണവും ഒക്കെ കൃത്യമായി നടപ്പിലാക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസത്തിന് ഇനി ഒരു രാത്രിയുടെയും വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഘോഷയാത്ര അല്പസമയത്തിനകം, സ്വർണ്ണക്കപ്പ് ഇതാ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ ആ വാർത്തകളും വിവരങ്ങളും വിശേഷങ്ങളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും നമുക്ക്. എന്തായാലും വിജനിലേക്ക് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും വരാം.